ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമ്മൾ ഈ സന്തോഷ് ട്രോഫിക്ക് കളിക്കാൻ പോകുന്ന കേരള ടീം, നമ്മുടെ ഫുട്ബോൾ ടീം, അവർ അർജന്റീനയോ ബ്രസീലിനെയോ തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക. 1-0 അത്രയും മതി. ഒരു ഗോളിനാണെങ്കിൽ ഒരു ഗോളിന് തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? ഒന്നാം പേജിൽ വലിയ വെണ്ടയ്ക്ക നിരത്തത്തില്ലയോ? അതുപോലല്ലയോ ഇത്? അമേരിക്ക ഒരു വമ്പൻ രാഷ്ട്രത്തെ, ഒരു മുതലാളിത്ത രാഷ്ട്രത്തെ, ക്യാപിറ്റലിസത്തിന്റെ ഇരിപ്പിടത്തെ നമ്മൾ തോൽപ്പിക്കുക, കൊച്ചു കേരളം. എന്നിട്ട് പോലും അതിന്റെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ, വേണ്ട പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. കഷ്ടം. അത് ശരിയല്ലോ എന്ന് ഈ പത്രാധിപന്മാരോട് ചോദിച്ചപ്പോൾ അവരെന്തുവാ പറയുന്നത്? അവര് പറയുന്നതിനൊരു ന്യായമില്ലേ എന്ന് തോന്നിപ്പോവും. വലിയ നേട്ടമൊക്കെയാ, കാര്യം ശരിയാ. പറഞ്ഞത് പിണറായി ആണെങ്കിലും ഈ കോഴിക്കോട് ഒരു പഴയ ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു, ആണ്ടി നല്ല കളിക്കാരനാ, നല്ല പാസ്സാ, ഡിഫൻസിലാ കളിക്കുന്നത്, പക്ഷെ കയറി കളിക്കും, നല്ല പാസ് കൊടുക്കും. ആണ്ടി പറയും ആണ്ടിയുടെ പാസ്സാണ് ഏറ്റവും നല്ല പാസ് എന്ന്. അങ്ങനെയാണെങ്കിലും കേരളത്തിന് അഭിമാനം പോകരുന്നൊരു വാർത്തയല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പത്രാധിപന്മാരെന്തുവാ പറയുന്നത്? അവരിങ്ങോട്ട് ചോദിക്കുക, നമ്മുടെ SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയിൽ ഒരു ചെറുപ്പക്കാരി മരിച്ച വാർത്ത ഒന്നാം പേജിൽ ഇരിക്കുക. അതിന്റെ മുകളിൽ എങ്ങനെയാ കേരളം അമേരിക്കയെ പിന്തള്ളി എന്നുള്ള വാർത്ത കൊടുക്കുക? അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പന്മന സ്വദേശി ഒരു വേണു, 48 വയസ്സുള്ള ഒരാളാ, ഒരു കുടുംബം പോറ്റേണ്ടിയിരുന്ന ആളാ. അദ്ദേഹത്തിന്റെ മരണം 2 ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതൊരു നരകമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ അഴിമതിയാണ്, സർവത്ര അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ പണമുള്ളവർക്ക് മാത്രമേ ചികിത്സ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്,